ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം നോക്കിയാൽ മതി. രാവിലെ തൊട്ട് ഉച്ച വരേക്ക് ഒരു സൈഡ് മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം 480 പോയിന്റ് മൂവ് ചെയ്തിട്ട് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു എന്നുള്ളതാണ്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 900 പോയിന്റ് മൂവ് ചെയ്തു. സെൻസെക്സ് ഏകദേശം 1550 പോയിന്റോളം മൂവ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം എല്ലാ സ്ക്രിപ്റ്റുകളും ഏകദേശം 2% മാർക്കറ്റ് ഉച്ചക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് മൂവ് ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലായിരുന്നു മാർക്കറ്റിന് ആ ഒരു മൂവ്മെന്റം ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് ആ ട്രേഡ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ അതിന്റെ പകുതി പോലും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഇനി നാളേക്ക് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിംഗിന്റെ മുകളിൽ നാളെ ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ലെവലിന്റെ മുകളിൽ വരികയാണെങ്കിൽ സെൻസെക്സ് മേലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. 83,400 83,813 എന്നുള്ള ലെവലുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് സെൻസെക്സ് എന്ത് ചെയ്യാൻ പറ്റും, ഓൾ സൈഡിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി വലിയ ഗ്യാപ് ഡൗൺ ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഏരിയയിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പോഴും ഓൾ സൈഡിലേക്കുള്ള എൻട്രികളാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മാർക്കറ്റിൽ ഒരു ഓവറോൾ എന്താണ്, ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സൈഡ് വൈസ് വന്നു, ഒരു ചെറിയ ഒരു എന്താ പറയുക, നിഫ്റ്റി അതേപോലെ 1-2 സ്ക്രിപ്റ്റുകൾ മാർക്കറ്റ് താഴേക്ക് വന്നാൽ പോലും ഇന്ന് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, ഒരു അപ്സൈഡ് മൊമെന്റം തന്നു എന്നുള്ളത് ഒരു ബുള്ളിഷ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെൻസെക്സ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും എല്ലാ സ്ക്രിപ്റ്റുകളും നാളെയും മാർക്കറ്റിൽ അപ്സൈഡ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രേഡുകളൊക്കെ ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ മേലേക്കുള്ള ട്രേഡുകൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ന് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിഫ്റ്റിയുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായതിന്റെ മുകളിൽ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഒരാൾക്ക് പോലും എൻട്രി കൊടുക്കാത്ത രീതിയിൽ 25,068 25,200 എന്നുള്ള 224 എന്നുള്ള ലെവലിലേക്ക് സഡൻ സ്പൈക്കാണ് അടിച്ചത്. അതിനുശേഷം ചെറിയൊരു പുൾ ബാക്കിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തു, 25,000 നിന്ന് 25,440 എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ലാസ്റ്റ് 15 മിനിറ്റ് ഈ ഒരു പ്രോഫിറ്റ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വെയിറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൂടെ നോക്കുകയാണെങ്കിൽ 25,314 മാർക്കറ്റ് ക്ലോസ് ചെയ്താലും 25,388 എന്നുള്ള ലെവലിലാണ് നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 440 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഹോൾസെയിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഹോൾസെയിൽ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത്. 518 595 എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വലിയൊരു ഗ്യാപ്പ് അപ്പ് 25,595 മുകളിൽ മാത്രം മാർക്കറ്റ് വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, രാവിലെ ഫസ്റ്റ് ക്യാൻഡിൽ സെൽ ഓഫ് വരുള്ളൂ. അതിനുശേഷം കൊണ്ട് ചെയ്യും മാർക്കറ്റ് റിവേഴ്സൽ കാണിച്ച് അപ്സൈഡ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, 51,000 മുകളിൽ 51,922 മുകളിൽ മാർക്കറ്റ് വന്നാൽ 52,100 52,267 അതേപോലെ 52,567 എന്നുള്ള ലെവൽ ടാർഗറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ സെൻസെക്സ് ആണെങ്കിലും 82,200 മുകളിൽ ടാർഗറ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 83,200 അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഈ ലെവലിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ 83,400 83,813 എന്നുള്ള ടാർഗറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നാളെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കോൾ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വലിയ ഗ്യാപ് ഡൗണുകളാണെങ്കിൽ എന്തുണ്ട്, ഒരു സഡൻ അപ്സൈഡ് സ്പൈക്കിനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഒന്ന് അലർട്ടായിട്ടിരിക്കുക. ട്രേഡ് ചെയ്യുന്നത് മാക്സിമം റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റത്തെ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ക്യാൻഡിൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഇനി ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫോം ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ട്രേഡുകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പക്ക സൈഡ് വൈസ് ആയി മാറും എന്നുള്ളതായിരുന്നു. 2 മണി വരെ എന്തായിരുന്നു അതിൻ്റെ മാർക്കറ്റ് ലാസ്റ്റ് 1 മണിക്കൂറിലാണ് മാർക്കറ്റ് ചെയ്തത്. അത് തനി സ്വഭാവം കാണിച്ച് എല്ലാവരുടെയും എക്സ്പെക്ടേഷനെ ഭേദിച്ചുകൊണ്ട് മാർക്കറ്റ് മുന്നേറിയത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.